തഞ്ചാവൂർ കാഴ്ചയുടെ ആദ്യ ഇടം തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ പ്ലാറ്റ്ഫോമിൽ പൂജയും ദർശനവുമൊക്കെയുള്ള ഒരു ക്ഷേത്രം നമുക്ക് കാണാം. ഇനി തഞ്ചാവൂരിൻ്റെ പൈതൃക കേന്ദ്രമായ ബൃഹദേശ്വര ക്ഷേത്രം. 11-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം പണികഴിപ്പിച്ച ക്ഷേത്രം. ചോളരെ കൂടാതെ തഞ്ചാവൂർ ഭരിച്ച വിവിധ രാജവംശങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. നന്ദി മണ്ഡപം നായ്ക്കർ ഭരണാധികാരികളുടെ സംഭാവനയാണ്. ക്ഷേത്രത്തിനുള്ളിലെ ചുവരുകളിൽ കാണുന്ന ചുവർ ചിത്രങ്ങൾ ചോള ചിത്രരചനാ രീതിയിലുള്ളതാണ്. ഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒറ്റക്കല്ലിൽ തീർത്ത മകുടം അത്ഭുതാവഹമാണ്. അടുത്തത് തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ്. ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്നും ഓട്ടോയിലെത്താവുന്ന ദൂരം. ചോളന്മാർ മാത്രമല്ല, 16-ാം നൂറ്റാണ്ടിലെ നായ്ക്കർ ഭരണാധികാരികളും 19-ാം നൂറ്റാണ്ടിൽ മറാത്ത രാജാക്കന്മാർക്കും ആധിപത്യമുണ്ടായിരുന്ന കൊട്ടാരം. ഇവിടുത്തെ ആർട്ട് ഗാലറിയിൽ വ്യത്യസ്ത കാലങ്ങളിൽ കരിങ്കല്ലിലും വെങ്കലത്തിലുമൊക്കെ തീർത്ത ദേവശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വർണ്ണഛായങ്ങൾ തേച്ചു പിടിപ്പിച്ച തൂണുകളുള്ള ദർബാർ ഹാൾ നായ്ക്കർ ഭരണാധികാരികളുടെ സംഭാവനയാണ്. കൃത്യമായി പരിപാലിച്ചിരുന്നെങ്കിൽ മനോഹരമാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരിടം. മറ്റൊരു സ്മാരകമാണ് സർഫോജി മെമ്മോറിയൽ ഹാൾ മ്യൂസിയം. തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാത്ത സാമ്രാജ്യ ഭരണാധികാരിയായിരുന്ന സർഫോജി മഹാരാജാവിൻ്റെ ഭരണകാലത്തെ ആയുധങ്ങളും പ്രാചീന കാലത്തെ വസ്തുക്കളും സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇവിടം. പാലസിനുള്ളിൽ തന്നെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന വിൽപ്പനശാലകളുണ്ട്. സ്വർണത്തിലും കടുത്ത വർണ്ണങ്ങളിലും അലങ്കരിച്ച തഞ്ചാവൂർ പെയിൻറ്റിങ്ങുകൾ, തലയാട്ടി ബൊമ്മകൾ എന്ന കളിപ്പാവകൾ, ഇതൊക്കെ തഞ്ചാവിൻ്റെ മാത്രം പൈതൃക വസ്തുക്കളാണ്. വിജ്ഞാനത്തിൻ്റെ സ്ഥലമായി അറിയപ്പെടുന്ന സരസ്വതി മഹൽ ലൈബ്രറി കോംപ്ലക്സിനുള്ളിൽ തന്നെയാണ്. ഇവിടെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഗ്രന്ഥങ്ങളും പുരാതന താളിയോലകളും സംരക്ഷിച്ചിരിക്കുന്നു. കുറേ ചരിത്ര വഴികളിലൂടെ പോയ ഈ തഞ്ചാവൂർ യാത്ര ഇവിടെ അവസാനിക്കുന്നു.